Good morning. Welcome to my YouTube channel Physics Searcher. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷനാണ് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ എപ്പോഴും ഒരു സിസ്റ്റത്തിനെ കുറിച്ചും ആ സിസ്റ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ചുമാണ് സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായി ആദ്യം ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. ആ സിസ്റ്റത്തിനകത്ത് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയുന്നു. ആ പാർട്ടിക്കിൾസ് എങ്ങനെയുള്ളത് അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസിൻ്റെ നേച്ചറാണ് ഇനി പറയുന്നത്. അവ ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ഈ ഐഡൻറ്റിക്കലും അതുപോലെ തന്നെ ഇൻഡിസ്റ്റിങ്വിഷബിളും ആയിരിക്കും. ഈ പാർട്ടിക്കിൾസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നവയാണ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എന്താണ്? രണ്ട് പാർട്ടിക്കിൾസിന് ഒരേ ക്വാണ്ടം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരേ ഡൈനാമിക്കൽ സ്റ്റേറ്റ് കാണില്ല. അപ്പോൾ അത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നതായിരിക്കും. പാർട്ടിക്കിൾ ഇങ്ങനെ ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ ഫെർമിയോൺസ് എന്ന് വിളിക്കുന്നു. ഫെർമിയോൺസിൻ്റെ സ്പിൻ ഹാഫാണ്. ഫെർമിയോൺസിന് എക്സാമ്പിൾ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് എന്നിവയാണ്. GI എന്നത് ഇൻട്രൻസിക് പ്രോബബിലിറ്റി ആണെങ്കിൽ, ക്വാണ്ടം സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഇൻട്രൻസിക് പ്രോബബിലിറ്റി ആണ് GI എങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഡീജനറസി എന്ന് പറയുന്നു. അതായത് ഒരേ എനർജി സ്റ്റേറ്റുള്ള വ്യത്യസ്ത ക്വാണ്ടം സ്റ്റേറ്റുകൾ, അതാണ് ഡീജനറസി. അപ്പോൾ ഡീജനറസി GI ആണെങ്കിൽ ഈ വ്യത്യസ്ത പാർട്ടിക്കിളുകൾ ഇതിനകത്തുള്ള ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഈ നിറയെ പാർട്ടിക്കിൾസിനെ മൊത്തത്തിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ഫോമുലയാണ് GI ഫാക്ടോറിയൽ ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് NI. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് എടുത്താൽ P ഈസ് ഈക്വൽ ടു πi, പ്രോഡക്റ്റ് ഓഫ് ആണ് πi, GI ഫാക്ടോറിയൽ ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് NI ഫാക്ടോറിയൽ. അപ്പോൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലോയിൻ്റെ ഇക്വിലിബ്രിയം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് NI എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഇക്വേഷൻ GI ബൈ e⁻α പ്ലസ് ബീറ്റ EI പ്ലസ് 1. NI ഈസ് ഈക്വൽ ടു GI ബൈ e⁻α പ്ലസ് ബീറ്റ EI പ്ലസ് 1. ബീറ്റ എന്ന പാരാമീറ്റർക്ക് 1/kT എന്നും ആൽഫ എന്ന പാരാമീറ്റർക്ക് -EF/kT എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ഇക്വിലിബ്രിയം ഡിസ്ട്രിബ്യൂഷൻ NI ഈസ് ഈക്വൽ ടു GI ബൈ e⁻ei മൈനസ് EF/kT പ്ലസ് 1 എന്നായിരിക്കും. ഇനി ഇതിനകത്ത് EF എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഫെർമി എനർജിയാണ്. ഫെർമി എനർജിയുടെ ഇക്വേഷനിൽ ടെമ്പറേച്ചർ എപ്പോഴാണോ 0 ആവുന്നത് അപ്പോൾ അതിനകത്തുള്ള എല്ലാ എനർജി സ്റ്റേറ്റുകളും ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരിക്കും. ഇനി അഥവാ അങ്ങനെ അല്ല സിറ്റുവേഷൻ, അല്ലാതെ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ EF, ഫെർമി എനർജിയേക്കാൾ എനർജി ഗ്രേറ്ററായി വന്നാൽ എല്ലാ എനർജി സ്റ്റേറ്റ്സും എംപ്റ്റി ആയിരിക്കും. അപ്പോൾ എനർജി സ്റ്റേറ്റ് ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ NI ഈസ് ഈക്വൽ ടു GIയും E ഈസ് ഗ്രേറ്റർ ദാൻ EF ആയിരിക്കുന്ന കണ്ടീഷനിൽ NI ഈസ് ഈക്വൽ ടു 0യും ആയിരിക്കും. ഇനി നമുക്കറിയാം EI മൈനസ് EF/kT എന്നാണ് ആ താഴത്തെ ആ കോഎഫിഷ്യൻറ്റിൻ്റെ പേര്. അപ്പോൾ ആ കോഎഫിഷ്യൻ്റെ വാല്യൂ 0 ആവുന്നത് EI മൈനസ് EF ലെസ് ദാൻ 0 ആയിരിക്കുമ്പോഴും ഇൻഫിനിറ്റി ആവുന്നത് EI മൈനസ് EF ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻസുമാണ്. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ ഗ്രൗണ്ട് ലെവലിൽ പാർട്ടിക്കിൾസിൻ്റെ അക്യൂമുലേഷൻ എന്ന് പറയുന്നത് അലൗഡ് അല്ല. എന്നാൽ ടെമ്പറേച്ചർ 0 ആവുന്ന കണ്ടീഷനിൽ ലോവസ്റ്റ് എനർജി ലെവൽ ഉൾപ്പെടെ എല്ലാ എനർജി ലെവലും ഫില്ലാവും. എവിടം വരെ? EF എന്ന് പറഞ്ഞ എനർജി ലെവൽ വരെ എല്ലാ എനർജി ലെവൽസിലും പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്തിരിക്കും. അപ്പോൾ ഓൾറെഡി അറിയാം T ഈക്വൽ ടു 0 ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഫുള്ളി ഓക്യുപ്പൈഡും T 0 അല്ലാതെ E ഈസ് ഗ്രേറ്റർ ദാൻ EF എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ എംപ്റ്റിയും ആയിരിക്കും. അപ്പോൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലോയിൽ ലോവർ ലെവലിൽ എന്ത് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ലോവസ്റ്റ് എനർജി ലെവല് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. എന്നാൽ T ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ EF എനർജി വരെ പാർട്ടിക്കിൾസ് എല്ലാം ഓക്യുപ്പൈ ചെയ്തിരിക്കും. അപ്പോൾ ഇതാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ലോ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.